നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ. ആ ദേവിക, അച്ഛനെങ്ങനെയുണ്ട്? ഇവിടെ പേടിക്കാനൊന്നുമില്ല. അച്ഛന് ഡ്രിപ്പ് ഇട്ടിരിക്കുക. അത് കഴിഞ്ഞാലുടൻ പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. സിറ്റി സെന്റർ ഹോസ്പിറ്റലാണെന്നല്ലേ പറഞ്ഞേ? അതെ, പക്ഷെ ഇനിയിപ്പോ വരണമെന്നൊന്നുമില്ല. ഞങ്ങൾ ചിലപ്പോൾ ഉടനെ പോയിന്ന് വരും. ഞാൻ അങ്ങോട്ട് വരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അത് അങ്ങനെയല്ല. ഞാൻ എന്നാ ശരി, ഞാൻ ഉടനെ എത്താം. ആ അവൻ ബൈക്കിലെ ലോറിയെ പിന്തുടർന്ന് ഉണ്ടാക്കി പോലും. എന്നിട്ട് എന്താടാ ലോറിയിലൊരാളെ വഴിക്കും പോയി, മനോഹരന്റെ പാട്ടിനും പോയി. നിന്റെ പറച്ചിലിട തോന്നല്ലോ ഞാൻ ആ ലോറി ഓടിച്ചെന്ന്. ശരത്തെ ശരവണ കൃത്യമായിട്ടാ ലോറി ഓടിച്ചത്. പക്ഷേ ഇഞ്ചോടിഞ്ച് വ്യത്യാസത്തില് മനോഹരൻ രക്ഷപ്പെട്ടു. പറന്നു പോകുമ്പോലെ അയാള് പോയത്. ആദ്യം ഞാൻ കരുതിയത് ലോറി ഇടിച്ച് തെറിപ്പിച്ചു എന്നാ. പിന്നെയല്ലേ പിടികിട്ടിയത് അയാൾ പറന്ന് മാറിയതാന്ന്. പറന്ന് മാറി പോലും പറക്കാൻ അയാൾ സ്പൈഡർമാനോ? ജീവൻ രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ, പക്ഷെ നല്ല പരുക്ക് പറ്റിയിട്ടുണ്ട്, അതുറപ്പാ. ഞാൻ കണ്ടതല്ലേ ആളുകൾ വാരി എടുത്തോണ്ട് പോകുന്നത്. 6 മാസം കിടന്നാ മതിയായിരുന്നു. അതുറപ്പാ. പിന്നെ ശരത്തെ, മനോഹരന് വല്ല സംശയം തോന്നി കാണോ? എന്ത് സംശയം? പ്രാണൻ രക്ഷിച്ചെടുക്കാൻ നേരം അയാൾ ലോറിയുടെ നമ്പരും ഡ്രൈവറുടെ മോന്തയുടെ സൗന്ദര്യം നോക്കിയിരിക്കുമല്ലേ? നോക്കാതിരുന്നാ കൊള്ളാം. നീ ആ ശരവണനെ വിളിച്ചിട്ട് എവിടെ എന്താണെന്ന് തിരക്ക്. വല്ല കോയിൻ ഫോണിൽ നിന്ന് വിളിച്ചാൽ മതി. ആദ്യം ആശുപത്രി എന്നുള്ള വിവരം അറിയട്ടെ. ദേവികയും എന്റെ ഭാവി അമ്മായും കൂടെ പോയിട്ടുണ്ട് ലൈറ്റ് വിട്ടുണ്ട്. അല്ല, ശരത്ത് പോയേണ്ടതല്ലേ? തളർന്നു പോയ മുത്തശ്ശിയെ നിത്യ ആശ്വസിപ്പിക്കാൻ വേറെ ആരുണ്ട്?